സന്തോഷിന്റെ വീട്ടിലെ പല ദൃശ്യങ്ങളുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എല്ലാവരും അത് കാണുകയും ചെയ്യുന്നുണ്ട്. മലയാളി പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇപ്പോൾ ദുഃഖമാണ് ആ വാർത്ത കാണുമ്പോൾ. ഇപ്പോഴിതാ സന്തോഷിന്റെ വീട്ടുമുറ്റത്ത് നിന്ന് അദ്ദേഹത്തിന്റെ എല്ലാമായ അദ്ദേഹത്തിന് 24 മണിക്കൂറും അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ജോലിക്കാരന്റെ വാർത്തകളാണ് പുറത്തു വരുന്നത്. സന്തോഷിൻ്റെ മരണവാർത്തയറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ നില ആകെ വഷളായിരിക്കുകയാണ്. എന്ത് സംസാരിക്കണമെന്നോ എന്ത് പറയണമെന്നോ അറിയാത്തൊരവസ്ഥയിൽ കഴിയുകയാണ് ഇപ്പോൾ സന്തോഷിൻ്റെ ഈ ജോലിക്കാരൻ. അദ്ദേഹം ഇപ്പോൾ നിങ്ങളെനിക്ക് ദൈവത്തെ പോലെ ആയിരുന്നുവെന്ന് മുറ്റത്ത് നിന്ന് കരഞ്ഞ് പറയുകയാണ്. അവസാനം കരഞ്ഞു തളർന്ന് അയാൾ വീഴുന്നതും കാണാം. ആരും ആശ്വസിപ്പിക്കാൻ പോകുന്നില്ല. എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് ആർക്കും അറിയില്ല. അകത്തിരിക്കുന്ന ഭാര്യയും മകളെയും പോലും ആശ്വസിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല. അത് അദ്ദേഹത്തിന് വേണ്ടപ്പെട്ടവർ ഇങ്ങനെ ഒരുപാട് പേരുണ്ട്. എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെയാണ് എല്ലാവരും നിൽക്കുന്നത്. കാണുമ്പോൾ തന്നെ സങ്കടമാണ് തോന്നുന്നത്. പ്രേക്ഷകരും ഇതേ വാർത്തയെക്കുറിച്ചാണ് പ്രതികരിക്കുകയും ചെയ്യുന്നത്. ഓരോ തവണയും ഓരോ വാർത്തയാണ് പുറത്തു വരുന്നതെന്ന് പറയാം. പ്രേക്ഷകർക്ക് വളരെയധികം സ്നേഹത്തോടെയാണ് ഇതിനെക്കുറിച്ച് കാണാൻ പറ്റുന്നതും. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ് എന്ന് പറയുന്നു. സോഷ്യൽ മീഡിയയിൽ വെറുതെ പറഞ്ഞാൽ പോരാ, ആരാധകരുടെ പ്രീതിയോടെ തന്നെ നേരുന്ന സന്തോഷിൻ്റെ വാർത്തകളാണ് ഏറ്റവും കൂടുതൽ ആളുകൾ നോക്കുകയും ചെയ്യുന്നത്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് ഇത് മനസ്സിലാവുകയും ചെയ്യുന്നുവെന്ന് തന്നെ നമ്മൾ പറയുകയും ചെയ്യുന്നുണ്ട്. പ്രേക്ഷകർക്ക് ഇത് മനസ്സിലാകുന്ന പോലെ തന്നെയാണ് ഇപ്പോൾ സന്തോഷിൻ്റെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഇത് അറിയാൻ സാധിക്കുന്നത്. എല്ലാവർക്കും വളരെയധികം വേണ്ടപ്പെട്ടവൻ തന്നെയായിരുന്നുവെന്ന് അക്ഷരാർത്ഥത്തിൽ പറയാം. അത്രമാത്രം നല്ലൊരു മനുഷ്യൻ. ചൊവ്വാഴ്ച രാവിലെയായിരുന്നു അപകടം സംഭവിച്ചത്. 6:15 അപകടം. സന്തോഷ് കെ നായർ തിരുവനന്തപുരത്ത് നിന്നും കോട്ടയം ഭാഗത്തേക്ക് പോവുകയായിരുന്നു. സന്തോഷാണ് വാഹനം ഓടിച്ചിരുന്നത്. നടൻ സഞ്ചരിച്ച ഇനോവ കാർ എതിരെ വന്ന ട്രക്കുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. നാട്ടുകാർ വാഹനം വെട്ടിപ്പൊളിച്ചാണ് സന്തോഷ് കെ നായരെയും ഒപ്പമുണ്ടായിരുന്ന ഭാര്യയും പുറത്തെടുത്തത്. നാട്ടുകാർ ഇരുവരെയും അടൂരിൽ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും സന്തോഷ് മരിക്കുകയായിരുന്നു. റിട്ടയേർഡ് അധ്യാപികയാണ് ശുഭശ്രീ എന്ന ഭാര്യ. ഗുരുവായൂർ ശ്രീകൃഷ്ണ സ്കൂളിലെ അധ്യാപികയാണ്. ഡോക്ടർ രാജശ്രീയാണ് ഏക മകൾ. മരുമകന്റെ പേര് അക്ഷിത് മേനോൻ എന്നാണ്. മകളുടെ വിവാഹം അടിപൊളിയായി നടത്തുകയും താരങ്ങളെ എല്ലാവരെയും വിളിച്ച് വലിയൊരു ക്ഷണത്തോടെ തന്നെ നടത്തുകയും ചെയ്തിരുന്ന വ്യക്തിയാണ് അദ്ദേഹം. സോഷ്യൽ മീഡിയയിൽ തന്നെ അദ്ദേഹം ഈ വാർത്ത ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഓരോ തവണയും പ്രേക്ഷകർ അത് പങ്കുവയ്ക്കുകയും ചെയ്യുന്നുവെന്ന് പറയാം. സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റിയ ഒരു വാർത്തയായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നു. എല്ലാവരും ഈ ഒരു വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ് എന്ന് പറയാം. എല്ലാവരും സന്തോഷിൻ്റെ കുടുംബത്തോടൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. ഇതുപോലെ സന്തോഷ് വളർത്തിയവരും അതുപോലെ സന്തോഷിൻ്റെ അടിയിൽ ജീവിച്ചിരുന്നവരുമൊക്കെ ഒരുപാട് പേരുണ്ട്. ജോലിക്കാരും ഡ്രൈവറും അങ്ങനെ ഒരുപാട് പേരുണ്ട്. അവരുടെ എല്ലാവരുടെയും ഒരു കാര്യം ഇതിനിടയിൽ തന്നെ സംസാരിക്കാനും പറ്റുന്നുണ്ട്. പ്രേക്ഷകരെല്ലാവരും ഈ ഒരു വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ് എന്ന് നമുക്ക് പറഞ്ഞേ മതിയാകൂ. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.